മംഗലവാർത്ത. ഫാദർ ഡോക്ടർ മൈക്കിൾ കാര്യമിറ്റം. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. രക്ഷാചരിത്രത്തിൻ്റെ പൂർത്തീകരണത്തിന് തുടക്കം കുറിക്കുന്ന തിരുനാളാണ് മംഗലവാർത്ത തിരുനാൾ. ഡിസംബർ 25 രക്ഷകൻ്റെ ജനനം ആഘോഷിക്കുന്നതിനാൽ അവിടെ നിന്ന് 9 മാസം പിന്നിലേക്ക് കണക്ക് കൂട്ടിയാണ് ഗർഭധാരണത്തിൻ്റെ ഓർമ്മയാചരിക്കാൻ വേണ്ടി മാർച്ച് 25 എന്ന തീയതി നിശ്ചയിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ രക്ഷാചരിത്രവുമായി ബന്ധപ്പെട്ട ആണ്ടുവട്ടത്തിലെ ആദ്യത്തെ തിരുനാളാണ് മംഗലവാർത്ത തിരുനാളെന്ന് കാണാം. രക്ഷകനായ യേശുവിൻ്റെ ജനനത്തെ മുൻകൂട്ടി അറിയിക്കുന്ന മംഗലവാർത്ത മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷങ്ങളിൽ ആദ്യ അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ വിവരണത്തിൽ ജോസഫിനെയാണ് ദൂതൻ മംഗലവാർത്ത അറിയിക്കുന്നത്. അതൊരു വിശദീകരണം എന്ന നിലയിലാണ്. ലൂക്കയിലാകട്ടെ ദൈവദൂതൻ ഗബ്രിയേൽ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് മംഗലവാർത്ത അറിയിക്കുന്നു. മറിയത്തിൻ്റെ മറുപടിക്കായി കാത്തുനിൽക്കുകയും സമ്മതം ലഭിച്ചപ്പോൾ മറയുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രവർത്തനത്താൽ കന്യകയിൽ നിന്നായിരിക്കും ദൈവപുത്രൻ മനുഷ്യനായി അവതരിക്കുക എന്ന് 2 സുവിശേഷങ്ങളും എടുത്തു പറയുന്നുണ്ട്. വിശദാംശങ്ങളിൽ 2 വിവരണങ്ങളും തമ്മിൽ ഏറെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും കാതലായ കാര്യങ്ങളിൽ വ്യത്യാസമില്ല. ഗലീലയിലെ നസ്രത്തിൽ ജോസഫ് എന്നു പേരായ ഒരു മരപ്പണിക്കാരനുമായി വിവാഹ വാഗ്ദാനം ചെയ്തിരുന്ന കന്യകാമറിയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രവർത്തനം വഴി ദൈവപുത്രൻ മനുഷ്യനായി പിറക്കും. രക്ഷകൻ എന്നർത്ഥമുള്ള യേശു എന്ന പേരായിരിക്കും അവന് നൽകേണ്ടത്. അതോടൊപ്പം ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന പേരിൻ്റെ സാക്ഷാത്കാരമായിരിക്കും ശിശുവിൻ്റെ ജനനം. വലിയ സന്തോഷത്തിൻ്റെ ഒരു സദ്വാർത്തയാണിത്. നൂറ്റാണ്ടുകളായി അനേകം പ്രവചനങ്ങളിലൂടെ ദൈവം നൽകിയിരുന്ന രക്ഷകനെക്കുറിച്ചുള്ള വാഗ്ദാനം ഇതാ പൂർത്തിയാകുന്നു എന്നതാണ് ഈ തിരുനാളിൻ്റെ സന്ദേശം. അതിനാലാണ് ഈ തിരുനാളിനെ മംഗലവാർത്ത എന്ന് വിളിക്കുന്നത്. ശിശുവിൻ്റെ മാതാപിതാക്കൾക്ക് മാത്രമല്ല, സകല ജനതകൾക്കുമുള്ള വലിയ സന്തോഷത്തിൻ്റെ വാർത്തയാണിത്. പറുദീസയിൽ തുടങ്ങിയതാണ് രക്ഷകനെക്കുറിച്ചുള്ള വാഗ്ദാനം. പ്രലോഭകനായ സാത്താനാൽ വഞ്ചിതരായ ആദ്യ മാതാപിതാക്കൾക്കാണ് ഈ വാഗ്ദാനം ആദ്യമായി ലഭിക്കുന്നത്. സർപ്പത്തിൻ്റെ തല തകർക്കാൻ വരുന്ന സ്ത്രീയുടെ പുത്രനായിരിക്കും രക്ഷകൻ. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. സ്വന്തം മരണത്തിലൂടെ തിന്മയുടെ ആധിപത്യം അവസാനിപ്പിക്കുന്ന, പാപത്തിൽ നിന്നും തജ്ജന്യമായ മരണത്തിൽ നിന്നും മോചിപ്പിക്കാൻ വരുന്ന രക്ഷകൻ സ്ത്രീയിൽ നിന്ന് ജനിക്കും. ആദ്യ സുവിശേഷം, പ്രോട്ടോ ഇവാങ്കലിയം എന്നറിയപ്പെടുന്ന ഈ ആദ്യ പ്രവചനം പിൽക്കാലത്ത് അനേകം പ്രവാചകന്മാരിലൂടെ വിവിധങ്ങളായ രൂപത്തിൽ ആവർത്തിക്കപ്പെടുകയുണ്ടായി. ലോക ജനതകൾക്ക് അനുഗ്രഹമാകുന്ന അബ്രഹത്തിൻ്റെ സന്തതിയും യാക്കോബിൻ്റെ സന്തതിയുമായിരിക്കും രക്ഷകനെന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യത്തിലും ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 14-ാം വാക്യത്തിലും പറയുന്നു. അവൻ യൂദായുടെ ഗോത്രത്തിൽ പിറക്കുന്ന രാജാവായിരിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 49-ാം അധ്യായം 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യാക്കോബിൽ നിന്ന് ഉദിക്കുന്ന നക്ഷത്രം, ഇസ്രായേലിൽ നിന്നുയരുന്ന ചെങ്കോൽ എന്ന് വിജാതീയ പ്രവാചകനായ ബാലാം അവനെ വിശേഷിപ്പിക്കുന്നു. സംഖ്യയുടെ പുസ്തകം 24-ാം അധ്യായം 17-ാം വാക്യം. രക്ഷകനെക്കുറിച്ചുള്ള പഴയ നിയമ പ്രവചനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാഥാൻ ദാവീദിനെ അറിയിച്ച ദൈവവചനത്തിലുള്ളത്. ദാവീദിൻ്റെ പിൻതലമുറകളിൽ ഒരുവനായിരിക്കും രക്ഷകൻ. അവൻ എന്നേക്കും രാജാവായി വാഴും. അങ്ങനെ ദാവീദിൻ്റെ പുത്രനായ മിശിഹ രാജാവ് എന്ന ആശയം രൂപപ്പെട്ടു. സാമുവേൽ 2-ാം പുസ്തകം 7-ാം അധ്യായം 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. തുടർന്ന് വന്ന പ്രവാചകന്മാർ ഈ പ്രവചനത്തിന് കൂടുതൽ വ്യക്തത നൽകി. അവൻ കന്യകയിൽ നിന്നായിരിക്കും ജനിക്കുക. ഏശയ്യായുടെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം. അവൻ കാലത്തിന് അതീതനായിരിക്കും. ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. ഏശയ്യായുടെ പുസ്തകം 9-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ദൈവാത്മാവിനാൽ നിറഞ്ഞ് നയിക്കപ്പെടുന്ന അവൻ ഭൂമിയിൽ ശാശ്വതമായ സമാധാനം സ്ഥാപിക്കും. ഏശയ്യായുടെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ദാവീദിൻ്റെ നഗരമായ ബെത്ലഹേമിലായിരിക്കും അവൻ ജനിക്കുക. മിക്കായുടെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം. ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് മുളയ്ക്കുന്ന നീതിയുടെ ശാഖയായിരിക്കും അവൻ. ജെറമ്യായുടെ പുസ്തകം 23-ാം അധ്യായം 5-ാം വാക്യം. ഉന്നതത്തിൽ നിന്ന് വരുന്ന മനുഷ്യപുത്രനെന്ന് ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 13-ഉം 14-ഉം വാക്യങ്ങളും. ജനതകൾക്ക് രക്ഷ നൽകുന്ന സഹനദാസനെന്ന് ഏശയ്യായുടെ പുസ്തകം 42-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളും പറയുന്നു. ദൈവത്തിൻ്റെ ദാസനായ ശാഖയെന്ന് സഖറിയായുടെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു. എല്ലാ ശത്രുക്കളുടെയും മേൽ വിജയം വരിച്ച് സമാധാനം സ്ഥാപിക്കുന്ന രാജാവായി അവൻ ആർപ്പുവിളികളുടെ മധ്യേ കഴുതപ്പുറത്ത് ജെറുസലേമിലേക്ക് വരും. സഖറിയായുടെ പുസ്തകം 9-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇവയും ഇതുപോലുള്ള മറ്റ് അനേകം പ്രവചനങ്ങളും
ഇതാ പൂർത്തിയാകുന്നു എന്നതാണ് മംഗളവാർത്തയുടെ ഉള്ളടക്കം. അതിനാൽ തന്നെ വാർത്ത അതീവ സന്തോഷത്തിന് നിദാനമാകുന്നു. മംഗളവാർത്ത ലൂക്കായുടെ വിവരണത്തിൽ ദൂതൻ്റെ അഭിവാദനവും മറിയത്തിൻ്റെ മറുപടിയുമാണ് ആദ്യത്തെ സംഭാഷണം. കൈരെ കെക്കരിത്തോമിനെ എന്നാണ് മൂലഭാഷയിലെ അഭിവാദനം. തുടക്കം ഒരു സാധാരണ അഭിവാദനം പോലെയാണ്. ഗ്രീക്കുകാർ ഇന്നും ഉപയോഗിക്കുന്ന ഒരു അഭിവാദന രീതിയാണ് ആദ്യ വാക്ക് കൈരെ, സന്തോഷിച്ചാലും എന്നർത്ഥം. ഇന്ന് നമ്മൾ നമസ്തേ എന്നോ ഗുഡ് മോർണിംഗ് എന്നോ പറയുന്നത് പോലൊരു അഭിവാദനം. എന്നാൽ കൂടുതൽ ആഴമേറിയ അർത്ഥം ഇതിനുണ്ടെന്ന് തുടർന്നു വരുന്ന വാക്കുകൾ വ്യക്തമാക്കുന്നു. മറിയത്തിന് നൽകുന്ന വിശേഷണം പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നു. നന്മ നിറഞ്ഞവൾ, കൃപ നിറഞ്ഞവൾ എന്നൊക്കെയുള്ള വിവർത്തനം പൂർണ്ണമല്ല. ദൈവകൃപയ്ക്ക് പാത്രീഭൂതയായവൾ എന്നാണ് വാച്യാർത്ഥം. എന്താണ് ആ കൃപ എന്ന് തുടർന്ന് വിശദീകരിക്കും. അതിനു മുമ്പേ കർത്താവ് നിന്നോടുകൂടെ എന്നൊരാശംസ എന്തോ ഒരു ദൗത്യമേൽപ്പിക്കാൻ പോകുന്നു എന്ന സൂചന നൽകുന്നു. ദൈവം ആരെയെങ്കിലും ഒരു ദൗത്യമേൽപ്പിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ സഹായകനായി താൻ കൂടെ ഉണ്ടായിരിക്കും എന്നുറപ്പ് നൽകുക ബൈബിൾ വിവരിക്കുന്ന ദൈവവിളികളുടെ ഒരു സവിശേഷതയാണ്. ഉദാഹരണമാണ് മോശയും ജോഷുവയും ജെറമിയയും. ഈ അഭിസംബോധനയും പ്രസ്താവനയും മറിയത്തെ അസ്വസ്ഥയാക്കി. എന്താണിതിനർത്ഥമെന്ന ചിന്തയ്ക്ക് ദൂതൻ വ്യക്തമായ മറുപടി നൽകി. അതാണ് സംഭാഷണത്തിൻ്റെ രണ്ടാം ഭാഗം. ഭയപ്പെടേണ്ട എന്ന ആമുഖം തന്നെ ഏൽപ്പിക്കാൻ പോകുന്ന ദൗത്യത്തിൻ്റെ പ്രാധാന്യത്തിലേക്കും അത് നിറവേറ്റാൻ നേരിടേണ്ടി വരുന്ന ക്ലേശങ്ങളിലേക്കും സൂചന നൽകുന്നു. എന്താണ് ദൈവം അവൾക്ക് നൽകിയിരിക്കുന്ന പ്രത്യേക കൃപ എന്നും ദൂതൻ വിശദീകരിക്കുന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ്റെ അന്മയാകാനുള്ള വിളിയാണ് ദൈവദൂതൻ അവളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നാളിതുവരെ നൽകപ്പെട്ട സകല വാഗ്ദാനങ്ങളുടെയും നൂറ്റാണ്ടുകളിലൂടെ ഇസ്രായേൽ ജനം കാത്തുസൂക്ഷിച്ച പ്രതീക്ഷകളുടെയും പൂർത്തീകരണമായിരിക്കും ആ ശിശു. ദൈവത്തിൻ്റെ പുത്രൻ ദാവീദിൻ്റെ പുത്രനായി ജനിക്കും. അവൻ രക്ഷകനും രാജാവുമായിരിക്കും, നിത്യമായ ദൈവരാജ്യത്തിൻ്റെ രാജാവ്. ഇപ്പോൾ മറിയത്തിൻ്റെ അസ്വസ്ഥതയുടെ കാരണം കൂടുതൽ വ്യക്തമായി. യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് നൽകിയ മുന്നറിയിപ്പുമായി ഇതിനുള്ള സാമ്യവും വ്യത്യാസങ്ങളും ശ്രദ്ധിക്കണം. രണ്ടുപേർക്കും ദൈവദൂതനായ ഗബ്രിയേലാണ് സന്ദേശം നൽകിയത്. സഖറിയ അടയാളം ചോദിച്ചത് അവിശ്വാസത്തിൻ്റെ പ്രകടനമായി കണ്ട് ദൂതൻ അടയാളം നൽകി. വിശ്വസിക്കാത്തവൻ സംസാരിക്കേണ്ട. സംസാരശക്തി നഷ്ടപ്പെട്ടതാണ് അടയാളം. മറിയം അടയാളം ചോദിക്കുന്നില്ല, മറിച്ച് എന്താണ് തൻ്റെ ദൗത്യം, ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി താൻ എന്ത് ചെയ്യണമെന്നതാണ് ചോദ്യം. അടയാളമല്ല, വിശദീകരണമാണ് ആവശ്യം. പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന സാഹചര്യം കന്യകാത്വത്തിൻ്റെ അടയാളമായി നിൽക്കുന്നു. ഇവിടെയാണ് ദൂതൻ്റെ വിശദീകരണം. ശിശുവിൻ്റെ ജനനം പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രവർത്തന ഫലമായിരിക്കും. ഈ ശിശുവിന് ഒരു മാനുഷിക പിതാവ് ഉണ്ടായിരിക്കുകയില്ല. പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തിൽ രൂപരഹിതമായ ശൂന്യതയുടെ മുകളിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് മറിയത്തിൻ്റെ മേൽ ആവസിക്കും. അവളിൽ നിന്ന് ദൈവപുത്രൻ ജനിക്കും. ശൂന്യതയിൽ നിന്ന് എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നാണ് ദൂതൻ്റെ വിശദീകരണം. ചോദിക്കാതെ തന്നെ അടയാളവും നൽകി. ചാർച്ചക്കാരി എലിസബത്തിൻ്റെ വാർദ്ധക്യത്തിലുണ്ടായ ഗർഭധാരണം. ഉത്തരം തൃപ്തികരമായി. മറിയം സമ്മതം നൽകി, പൂർണ്ണമായ അവബോധത്തോടെ, സ്വതന്ത്രമായ മനസ്സോടെ. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കെന്നിൽ നിറവേറട്ടെ. അതൊരു സ്വയം വിട്ടുകൊടുക്കലായിരുന്നു, സന്തോഷത്തോടെയുള്ള ഒരു ആത്മസമർപ്പണം. ഇനി മറിയത്തിന് സ്വന്തമായി ഒന്നുമില്ല. താനും തനിക്കുള്ളതും എല്ലാം ദൈവത്തിൻ്റെതാണ്. താനൊരു ദാസി മാത്രം. ഇനി തൻ്റെ ജീവിതത്തിന്മേൽ പൂർണ്ണമായ അവകാശം ദൈവത്തിനാണ്. അവിടുത്തെ തിരിഹിതം മാത്രമാണ് തൻ്റെ ജീവിതം, ഇഷ്ടം, തീരുമാനമെന്ന് മറിയം ഏറ്റു പറഞ്ഞു. വലിയൊരു സാഹസമാണിത്. വിവാഹ വാഗ്ദാനം ചെയ്തിരിക്കുന്ന മണവാട്ടി വരനറിയാതെ ഗർഭിണിയാവുക എന്നതിൻ്റെ ഭവിഷ്യത്തുകൾ അറിയാത്തവളല്ല മറിയം. ഇതെങ്ങനെ സംഭവിച്ചു എന്ന വിശ്വസനീയമായി വിശദീകരിക്കാൻ അവൾക്കാവില്ല. പ്രതിസുതവരനായ ജോസഫ് തന്നെ സ്വീകരിച്ചില്ലെങ്കിൽ അഥവാ തൻ്റെ മേൽ വ്യഭിചാരക്കുറ്റം ആരോപിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് മരണമാണ്, കല്ലെറിഞ്ഞു കൊല്ലപ്പെടുക. നിയമാവർത്തനം 22-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ മറിയത്തിന് ഭയമില്ല. കാരണം താൻ ദാസിയാണ്, മറ്റാരുടെയുമല്ല, ദൈവത്തിൻ്റെ. തൻ്റെ ജീവൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് മറിയം വിശ്വസിച്ചു. ആ വിശ്വാസമാണ് അവളെ നിരന്തരം വഴി നടത്തിയത്. പൂർണ്ണമായ ആത്മാർപ്പണത്തിലൂടെ പ്രകടമായ വിശ്വാസം, അബ്രഹത്തിൻ്റേതിനേക്കാൾ വലിയ വിശ്വാസം. കാരണം അവസാന നിമിഷം അബ്രഹത്തിൻ്റെ മകൻ ഇസഹാക്കിനെ ബലിയർപ്പിക്കേണ്ടി വന്നില്ല. എന്നാൽ മറിയത്തിന്
കുരിശിൻ ചുവട്ടിൽ നിന്ന് തൻ്റെ മകൻ്റെ ബലിയർപ്പണത്തിൽ പങ്കാളിയാകേണ്ടി വന്നു. എന്നിട്ടും അവൾ പതറിയില്ല. രക്ഷാചരിത്രത്തിൻ്റെ പൂർത്തീകരണത്തിൽ സജീവ പങ്കാളിത്തം വഹിച്ച മറിയത്തിൻ്റെ മാതൃക നമുക്കും പ്രചോദനമാകണം. ഇതാ കർത്താവിൻ്റെ ദാസി അല്ലെങ്കിൽ ദാസനെന്ന് ഏത് സാഹചര്യത്തിലും ദൈവത്തിന് പ്രത്യുത്തരം നൽകാൻ കഴിയണം. മറിയത്തിൻ്റെ ആത്മാർപ്പണമാണ് രക്ഷകൻ്റെ തിരുപ്പിറവിയിലേക്ക് നയിച്ചത്, ലോകത്തിന് മുഴുവൻ മംഗളവാർത്തയായത്. അതുപോലെ ദൈവഹിതത്തിന് പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ വിധേയപ്പെടുമ്പോൾ നമ്മുടെ ഓരോ തീരുമാനവും മംഗളവാർത്തയാവും. ദൈവപുത്രൻ്റെ അമ്മയാകാൻ മറിയത്തെ വിളിച്ച ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്, മറ്റാർക്കും നിറവേറ്റാൻ കഴിയാത്ത അനന്യമായ ഒരു ദൗത്യം ഏൽപ്പിക്കാൻ വേണ്ടി. ഭയം വേണ്ട, ഏൽപ്പിക്കപ്പെടുന്ന ദൗത്യം എത്ര വലുതോ ചെറുതോ ആകട്ടെ, അത് പൂർത്തിയാക്കാൻ സഹായവുമായി ദൈവമുണ്ടാകും കൂടെ. അതാണല്ലോ എമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം. അതിനാൽ പരിശുദ്ധ അമ്മയ്ക്കൊപ്പം നമുക്കും പറയാം, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ.